എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ ക്ലാസ് ഹയറിൻ്റെ ക്ലാസ്സാണ്. ഹയറിൻ്റെ സെക്കൻഡ് പേപ്പർ അല്ലേ, ഹയറിൻ്റെ സെക്കൻഡ് പേപ്പർ 23 തൊട്ട് എല്ലാവർക്കും KGTയുടെ പരീക്ഷ നടക്കുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏതാണ്? ഹയറിൻ്റെ ക്ലാസ്സാണ്. സെക്കൻഡ് പേപ്പറിൽ 20 മിനിറ്റാണ് തരുന്നതെങ്കിലും ആ 20 മിനിറ്റിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് സ്പീഡിൽ ചെയ്യുക എന്നുള്ള ക്ലാസ് ഞാൻ എടുക്കുന്നതാണ്, പ്രാക്ടിക്കലായിട്ട് എടുക്കുന്നതാണ്. അതിലെന്തൊക്കെയാണ് കൂടുതലും പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനിലൂടെ പറയുന്നത്. എളുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുക എന്നുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരീക്ഷ പാസ്സാക്കി എടുക്കാൻ പറ്റും. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ. ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഹയറിലെ കാര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ടഫായിട്ടാണ് കൊടുക്കുന്നത്. ലോവറിനേക്കാളും കുറച്ചും കൂടി ടഫായിട്ടാണ് ഹയറിൽ വരുന്നത്. ടഫ് ഒന്നല്ല, എന്നാലും കുറച്ച് ടഫുണ്ട്. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേബിളിന്റെ ഉള്ളിൽ എന്ത് വരും? ടെക്സ്റ്റ് ബോക്സ് വരച്ചിട്ടുണ്ടാവും. ചില ടേബിളിന്റെ ഉള്ളിൽ ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് ചെറിയ ബോക്സ് ആയിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഇത് പ്രാക്ടിക്കലിലൂടെ പറഞ്ഞു തരാം. അതൊരു കാര്യം. പിന്നെയുള്ളത് എന്താണ്? കോളംസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കുറെ കുട്ടികൾക്ക് അറിയില്ല. കോളംസ് തിരിക്കുന്നത് അല്ലെ. സിമ്പിൾസ് എടുക്കുന്നത് ഏത് സിമ്പിൾ ആയാലും കുഴപ്പമില്ല, അത് തിരഞ്ഞെടുത്ത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയണം, സിമ്പിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾ ഇട്ടോളൂ, അതൊന്നും കുഴപ്പമില്ല. പിന്നെയുള്ളത് ക്ലിപ്പാർട്ടിന് ഏതെങ്കിലും പിക്ചർ എടുത്തിട്ട് കോളംസിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ കോളം കഴിഞ്ഞിട്ടോ എങ്ങനെ ആയിട്ടാണെങ്കിലും അവിടെ ഒരു ഇത് വരുന്നുണ്ട്. ഏത് ക്ലിപ്പാർട്ടിന്ന് എടുത്തിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് വരുന്നുണ്ട് കേട്ടോ, അതും പറഞ്ഞു തരാം. പിന്നെ വരുന്നത് ഏതാണ്? വേർഡ് ആർട്ട്, അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വേർഡ് ആർട്ട് പഠിക്കണം. പിന്നെന്താണ്? ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് കോളംസ്, എങ്ങനെയാണ് കോളംസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് കുറെ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. ഡ്രോപ്പ് ക്യാപ്പ് എന്താണെന്നാണ് പറയുന്നത്. ഡ്രോപ്പ് ക്യാപ്പ് മീൻസ് എന്താണ്? ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ അക്ഷരം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നിൽക്കും അല്ലെ, ഒന്ന് കുറച്ചും കൂടി താഴെയായിട്ട് നിൽക്കും, വലിയ ലെറ്റർ ആയിട്ട് നിൽക്കും. അതിനെയാണ് പറയുന്നത് ഡ്രോപ്പ് ക്യാപ്പ്. ഇതൊക്കെ ഞാൻ പ്രാക്ടിക്കലിലൂടെ പറഞ്ഞു തരുന്നതാണ്. ഈ ഡ്രോപ്പ് ക്യാപ്പ് ഏതിലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ഡ്രോപ്പ് ക്യാപ്പ് കുറേ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇംഗ്ലീഷിന്റെ ന്യൂസ് പേപ്പറൊക്കെ കിട്ടുകയാണ് അല്ലെ, നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിലുണ്ടാകും. മലയാളത്തിന്റെ അങ്ങനെ ഉണ്ടാവാറില്ല. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ ഒരുപാട് ഈ ഡ്രോപ്പ് ക്യാപ്പ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഓരോരോ പാരഗ്രാഫ് തിരിച്ചിടുമ്പോൾ ഡ്രോപ്പ് ക്യാപ്പ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരമാവട്ടെ. എല്ലാവരും നന്നായിട്ട് എക്സാം പാസ്സാവും. നന്നായിട്ട് പ്രാക്ടിക്കലിൽ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം. പ്രാക്ടിക്കലില് ഫുള്ളായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നില്ല. എങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളാണ്, ട്രിക്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. ഈ ടെക്സ്റ്റ് ഡയറക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പ്രാക്ടിക്കൽ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പറഞ്ഞുതരാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സ്പീഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. സ്പീഡിന്റെ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.